വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഹട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മീനില്ലാതെ ഒരു മീൻ ഫ്രൈ ആണ്. അപ്പോൾ നല്ല ലുക്കിലേ കാണാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ നമ്മുടെ ബ്രിഞ്ചാൾ വഴുതനങ്ങ, മുറ്റാത്ത വഴുതനങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു കനത്തിൽ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുറ്റിപ്പോയാൽ അതിനകത്തുള്ള ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ മുറ്റുന്നതിന് മുമ്പ് തന്നെ എടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുളക് എടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ സാധാരണ മുളക് പൊടി എടുത്താലും മതി. 1 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗരം മസാല പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താം. ഇനി ഞാൻ ഇതിലേക്ക് കോൺഫ്ലേവർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് അല്പം കൂടുകയും ചെയ്യും കോൺഫ്ലേവർ ചേർക്കുമ്പോൾ. പിന്നെ നമുക്ക് ബ്രിഞ്ചാളിൻ്റെ പീസ് വെന്ത് കഴിയുമ്പോൾ ഒന്ന് സ്റ്റഡിയായിട്ടൊന്ന് നമുക്ക് എടുക്കുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കോൺഫ്ലേവർ ചേർക്കുന്നത്. ഇനി 1/2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലെല്ലാം ബ്രിഞ്ചാൾ ഇടുമ്പോൾ അതിലൊക്കെ പിടിക്കാൻ തക്കവണ്ണം ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഈ അളവിന് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രിഞ്ചാൾ ആയതുകൊണ്ട് നമുക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോക്കി ശ്രദ്ധിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ മിക്സിൽ വരത്തക്ക രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രിഞ്ചാൾ ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഈ ഒരു മസാല പിടിക്കുന്ന പോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് അതിലൊക്കെ മസാല പിടിക്കുന്ന പോലെ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിത് ബ്രിഞ്ചാൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഈ മിക്സിംഗ് എല്ലാം ശരിയായതിനു ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ചുവപ്പ് നിറം ആ ഒരു പീസിനൊക്കെ വരും. അപ്പോൾ ഫ്രഷായിട്ട് നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ മിക്സ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ മിക്സി എല്ലാം ഒന്ന് ഞാനിതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടുക. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാവുമ്പോൾ നമുക്ക് ബ്രിഞ്ചാളിൻ്റെ ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും. ആ കറിവേപ്പിലയുടെ നല്ല ഒരു മണം ഒക്കെ കിട്ടും. അപ്പം ഒരു സൈഡ് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട ഫിഷ് ഫ്രൈ പോലെ തന്നെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഫിഷില്ലാത്ത ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. കാണാൻ തന്നെ നല്ല ലുക്കില്ലേ, നല്ല ഭംഗിയാണ്. അതുപോലെ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. ബ്രിഞ്ചാളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വളരെ വേഗം വരുന്നവരെ ബൈ.